ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും താങ്ക് യു 10K സബ്സ്ക്രൈബേഴ്സ് ആക്കിയതിന്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ കമന്റ് ബോക്സിലും DMസിലും ഒക്കെ നിങ്ങൾ ചോദിച്ച ഡൗട്ട്സ് ആണ് നമ്മൾ ട്യൂസ്ഡേ Q&A ആയിട്ട് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിയാസിനമൈഡ് സിറത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണെന്ന് ഓരോന്ന് വരുന്നതായിട്ട് നോക്കാം. ഫസ്റ്റ്, നിയാസിനമൈഡ് 5% തന്നെ സ്റ്റാർട്ട് ചെയ്യണോ? നിയാസിനമൈഡ് 5% യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ 2% സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാമോ? നിയാസിനമൈഡ് മോർണിംഗിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, നൈറ്റ്ലി യൂസ് ചെയ്തിട്ട് റെറ്റിനോളിന്റെ കൂടെയോ അല്ലെങ്കിൽ വിറ്റാമിൻ സിയുടെ കൂടെയോ നിയാസിനമൈഡ് യൂസ് ചെയ്യാമോ? നിയാസിനമൈഡ് യൂസ് ചെയ്തതിന് ശേഷം മുഖത്ത് മോക്കുരു വന്നു, എന്തുകൊണ്ട്? എന്തൊക്കെയാണ് നിയാസിനമൈഡിന്റെ മെയിൻ ഫംഗ്ഷൻ? ഇങ്ങനെയാണ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബേസിക്കലി നിയാസിനമൈഡിനെ കുറിച്ച് മൊത്തത്തിലൊരു ഡൗട്ട് ആയിരുന്നു. അത് ഒരുപാട് നാളിന് ശേഷം വന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നിയാസിനമൈഡിനെ പറ്റി തന്നെ നോക്കാം. നിയാസിനമൈഡ് നമ്മുടെ വിറ്റാമിൻ ബിയിൽ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ്. ഇത് ബേസിക്കലി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് തന്നെയാണ് നിയാസിനമൈഡ്, വിറ്റാമിൻ സി പോലെ. പക്ഷെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് അല്ല. നിയാസിനമൈഡ് എന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യും. നമ്മുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യാനായിട്ട് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിന്നിനകത്ത് ഹൈഡ്രേഷൻ പിടിച്ചു നിർത്തുമ്പോൾ പോസിന്റെ വലിപ്പം കൺട്രോൾ ആവും. അങ്ങനെ നമുക്ക് നിയാസിനമൈഡ് അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത് ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും, സ്കിൻ ഹൈഡ്രേഷൻ തന്നിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻകാർക്കും നിയാസിനമൈഡ് യൂസ് ചെയ്യാം. മാത്രമല്ല നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന് റെഡിഷ്നെസ് മാറ്റാനായിട്ടും ഒന്ന് കാം ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും നിയാസിനമൈഡ് സ്കിൻ കെയറിൽ ആഡ് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ, അതായത് വിറ്റാമിൻ സി സിറത്തിന്റെ കൂടെയോ ടോണറിന്റെ കൂടെയോ, സാലിസിലിക് ആസിഡ് സിറത്തിന്റെ കൂടെയോ ടോണറിന്റെ കൂടെയോ, റെറ്റിനോൾ സിറത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ക്രീമിന്റെ കൂടെയോ, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, മെന്റലിക് ആസിഡ് സിറം, ടോണേഴ്സ് എല്ലാത്തിന്റെ കൂടെയും നമുക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇതുവരെയും സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കിൻ കൺസേൺസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷന് വേണ്ടി ഒരു ബ്രൈറ്റ്നസിന് വേണ്ടി നമുക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മൈൽഡ് ആയിട്ട് ചെറിയ പിഗ്മെന്റേഷൻ ജസ്റ്റ് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ, എങ്കിൽ ഇന്റൻസ് ആയിട്ടില്ല, ചെറുതായിട്ട് പിഗ്മെന്റേഷൻ കോൺസെൻട്രേറ്റ് കണ്ടു തുടങ്ങിയെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. മോർണിംഗിലും നൈറ്റിലും ഒക്കെ നിയാസിനമൈഡ് നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് നിയാസിനമൈഡ് കോൺസെൻട്രേഷൻ 5%, 10%, 12, 20 നമുക്ക് സെറത്തിന്റെ ഫോമിൽ കിട്ടുന്നത്. മാത്രമല്ല നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തും സൺസ്ക്രീനകത്തും ഒക്കെ നിയാസിനമൈഡ് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്. നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പൊ 90s കിഡ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് പണ്ട് ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രീമിലും നിയാസിനമൈഡ് ഉണ്ട്. നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി, അതായത് ഇപ്പൊ അറിയപ്പെടുന്ന ഗ്ലോ ആൻഡ് ലവ്ലി എന്ന് പറയുന്ന സാധനം നമുക്ക് സ്കിൻ ചെറുതായിട്ടൊക്കെ ബ്രൈറ്റ്നസ് തരും എന്ന് പറഞ്ഞില്ലേ, അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു നിയാസിനമൈഡ് ആണ്. അതിനകത്ത് നിയാസിനമൈഡ് ഞാൻ അങ്ങോട്ട് പോലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിയാസിനമൈഡ് പണ്ടൊക്കെ തന്നെ ചില ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് 10% നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ടാവാനായിട്ട് പോലില്ല. പക്ഷെ ഒരു സ്കിൻ കെയറും ഒരു ഫേസ് ക്രീമും ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഫേസ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിയാസിനമൈഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു 10% നിയാസിനമൈഡ് സിറം നിങ്ങളുടെ ഫേസിലോട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്നെ, ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ പർജിങ് അല്ലെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരാണ്, ഡാൻസോ പ്രോഗ്രാംസോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചോ, നിങ്ങൾ പെട്ടെന്ന് സ്കൂളിന്റെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓടാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ബോഡി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡി ടയേർഡ് ആവുകയും നമുക്ക് മസിൽ ക്രാമ്പ് ഒക്കെ വരില്ലേ, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് കുറച്ച് ആക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ അതിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു മോക്കുരു വരുന്നത്. അപ്പൊ ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ്സ്, അത് ഏതും ആയിക്കോട്ടെ, നിയാസിനമൈഡ് തൊട്ട് ഏത് ആക്റ്റീവ്സ് ആയാലും യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും സ്മോൾ ക്വാണ്ടിറ്റി കോൺസെൻട്രേഷനിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ബിഗിനർ ആണെങ്കിൽ 5% നിയാസിനമൈഡിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ മിനിമലിസ്റ്റില്, സുഗന്ധയില്, ഡെർമക്കോയില് ഒക്കെ 5% നിയാസിനമൈഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പ്ലമ്മിൽ ഒക്കെ നമുക്ക് 5% നിയാസിനമൈഡ് സിറം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വേണം 10-ലോട്ടും 12-ലോട്ടും 20-ലോട്ടും ഒക്കെ പോകാനായിട്ട്. 12% നിയാസിനമൈഡ് സിറം ഫോക്സ്ടെയിലിൽ ഉണ്ട്, നല്ലതാണ്. ഞാൻ പേഴ്സണലി ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇതുവരെയും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ
5 പോലും യൂസ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് 12 യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ചിലപ്പോൾ പേർജിങ് ആയിട്ട് വരും. ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എനിക്ക് കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് നിയാസിനമൈഡ് കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്ത ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ആക്സിഡന്റലി 10% നിയാസിനമൈഡ് ആണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് വെച്ചത്. ഇപ്പൊ കോമൺലി ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ മിക്കവാറും വാങ്ങിച്ചിട്ടുണ്ടാവുക എല്ലാവരും ഡെർംഡോക്കിന്റെ നിയാസിനമൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പേർജിങ് തന്നൊരു സാധനം ഡെർംഡോക്ക് ആണ്. അത് ആ ബ്രാൻഡിന്റെ കുഴപ്പമില്ല, നമ്മുടെ ഓർഡിനറി 10% നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് പേർജിങ് വന്നിട്ടുണ്ട്. സംഭവം ഡെർംഡോക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര് ഡെർംഡോക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ അത് യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പേർജിങ് വന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവുക അതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പേർജിങ് വന്നത്. നിങ്ങളിപ്പോൾ 10% നിയാസിനമൈഡ് സിറം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് നൈറ്റിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്കിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി. നൈറ്റിൽ ആദ്യത്തെ ഒരു ദിവസം നൈറ്റിൽ യൂസ് ചെയ്യുക, നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ട, അതിന് നെക്സ്റ്റ് യൂസ് ചെയ്യുക, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ സ്കിൻ ഒന്ന് പ്രിപ്പയർ ആവും. അതിനുശേഷം മാത്രം അത് ഒരു 2 ആഴ്ചയൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ട് 3ാമത്തെ ആഴ്ച തൊട്ടൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ ഒരാഴ്ച മൊത്തം യൂസ് ചെയ്യുക. 4th വീക്കിൽ മാത്രം മോർണിംഗിൽ നൈറ്റിൽ യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ സ്കിൻ ഒന്ന് യൂസ്ഡ് ആവും. അതല്ലാണ്ട് നിങ്ങൾ മോർണിംഗും നൈറ്റും ഒക്കെ 10% നിയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡെഫിനറ്റ്ലി പേർജിങ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അഥവാ നിങ്ങൾക്ക് 10% നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ട് ഫേസിൽ പേർജിങ് വന്നെങ്കിലും ടെൻഷൻ അടിക്കേണ്ട. ആ നിയാസിനമൈഡിന്റെ ഉപയോഗം ഒന്ന് കുറച്ച് നാളത്തേക്ക് നിർത്തിയതിന് ശേഷം നിങ്ങളുടെ സ്കിന്നൊക്കെ ഒന്ന് കാമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ യൂസ് ചെയ്താൽ മതി. ഇനി ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഇത് നമ്മളൊരു മോയ്സ്ചറൈസറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തൂടെ. നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ 2 ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. കാരണം അതിനകത്ത് 2 ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് ആണ്. ചിലപ്പോൾ ഇത് 2 കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ത്രെഷോൾഡും ഓക്സിഡൈസേഷനും ഒക്കെ ചേഞ്ച് ആയിട്ട് നമ്മുടെ ഫേസിൽ ചിലപ്പോൾ ആക്നെ മാർക്സും അല്ലെങ്കിൽ ആക്നെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കറിയാം നമ്മൾ സ്കിൻ ഓഫ് കളറിലുള്ള ആൾക്കാരാണ്, അതായത് നമ്മൾ ബ്രൗൺ സ്കിൻ ടോണിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് മോക്കുരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പാട് മാറാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ വെറുതെ റിസ്ക് എടുക്കേണ്ട, സ്കിൻ പണി വാങ്ങിക്കാൻ നിൽക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കണക്കൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തീർക്കാൻ പറ്റും. സ്കിന്നിന് പിമ്പിൾസ് വരാനായിട്ട് പോകില്ല. നിയാസിനമൈഡ് പറ്റിയുള്ള ഒരുവിധം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് എങ്ങനെ നിയാസിനമൈഡ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടുമെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 5% ബിഗിനർ ആണെങ്കിൽ 5% നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുക. ദെൻ വീക്ക്ലി വൺസ് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുക. വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നിയാസിനമൈഡ് സിറം, അത് 5% ആണ്. ബിഗിനർ ആണെങ്കിൽ 5% അല്ലെങ്കിൽ 10%. അതിന്റെ കൂടെ ഹൈലറോണിക് ആസിഡ് സെറം കൂടെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു സ്കിൻ ബ്രൈറ്റ്നസിന് വേണ്ടി നിങ്ങൾക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയുടെ കൂടെ നിയാസിനമൈഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ടാനിങ് മാറ്റാനാണ് നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ആർബിറ്റിന്റെ കൂടെ നിയാസിനമൈഡ് യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ആന്റി ഏജിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോളിന്റെ കൂടെ 23 ഏജിന് എപ്പോഴുള്ള ആൾക്കാർ നിയാസിനമൈഡ് യൂസ് ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, റെറ്റിനോൾ എപ്പോഴും നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാം. വീക്ക്ലി 3 ടൈംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരുവിധം കൺഫ്യൂഷൻസ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു വിറ്റാമിൻ സി ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ആക്ച്വലി വിറ്റാമിൻ സിയുടെ അല്ല, എന്റെ സ്കിൻ കെയർ ഫേവറേറ്റ്സിന്റെ അണ്ടറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം അതിനകത്ത് ഞാനിങ്ങനെ എന്റെ കോസ്റെക്സിന്റെ വിറ്റാമിൻ സി പറഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കളറിൽ ഇരിക്കുകയാണ് എന്നുള്ള കാര്യം. ഓക്സിഡൈസ് എന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ സി പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ആന്റി ഏജിങ്ങിനും സ്കിന്നിന് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ സി ആണ്. പക്ഷെ ഇതിന്റെ സ്റ്റെബിലിറ്റി കുറച്ച് പണിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സേഫ് ആയിട്ട് യൂസ് ചെയ്യണം. എയർ ടൈറ്റഡ് പമ്പിലായിരിക്കണം വെക്കാം. മാക്സിമം ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോമുല അത്രയും സ്റ്റേബിൾ അല്ലെങ്കിൽ എയർ ടൈറ്റഡ് ആയിരിക്കണം. ചില ഫോമുലാസ് നമുക്ക് 2 മാസം വരെ യൂസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് സൺലൈറ്റിന്റെ പ്രസൻസിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോൾ നമ്മൾ ഭയങ്കര ക്ലിയർ ബോട്ടിൽ വിറ്റാമിൻ സി ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗാർണിയറിന്റെ കണ്ടാലുള്ള വിറ്റാമിൻ സി ആയിരിക്കണമെങ്കിൽ അത് ഡെഫിനറ്റ്ലി സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ അതിനകത്തുള്ള വിറ്റാമിൻസിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിറ്റാമിൻ സി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്, പക്ഷെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് എന്ന് എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഓക്സിഡൈസേഷന്റെ കാര്യം വരുമ്പോൾ നമ്മൾക്ക് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒരു പെർട്ടിക്കുലർ കളറിലായിരിക്കും ഇപ്പൊ നമ്മൾ വാങ്ങിക്കുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റാമിൻ സി, ഇപ്പൊ ഡെർമക്കോയുടെ വിറ്റാമിൻ സി എടുക്കുകയാണെങ്കിൽ, മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ സി എടുക്കുകയാണെങ്കിൽ ഡെർമക്കോ ഒരു മാറ്റ് ഫിനിഷ്ഡ് ബോട്ടിലാണ് വരുന്നത്. നമ്മുടെ മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ സി ഡാർക്ക് കളർ ബോട്ടിലാണ് വരുന്നത്.
ഡെർമക്കോളിൽ നമുക്ക് ലിറ്ററലി കളർ കാണാൻ പറ്റും. മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻസിൽ നമുക്ക് അങ്ങനെ കളർ കാണാൻ പറ്റില്ല. പക്ഷെ രണ്ട് വൈറ്റ് കളർ ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഈ വൈറ്റ് കളർ ആയിരിക്കുന്ന വിറ്റാമിൻ സി നമ്മൾ വൈറ്റ് കളറിൽ ചെറിയൊരു ഓറഞ്ചിഷ് കളറിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ കോസ്റെക്സിന്റെ കളറിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗണിഷ് ഓറഞ്ച് കളറിലോട്ട് അല്ലെങ്കിൽ ആംബർ കളർ എന്ന് പറയത്തില്ലേ, അങ്ങോട്ട് മാറി തുടങ്ങി എന്ന് നിങ്ങൾക്ക് ഫീൽ ആയാൽ അതൊരിക്കലും യൂസ് ചെയ്യരുത്. അതൊന്നല്ല, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയ കളറിൽ നിന്ന് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത്. അതിന്റെ ഫോർമുലേഷനിൽ ചേഞ്ചസ് വന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് അറിയണം എന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റിന്റെ നമ്മളൊരു ബോട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഇത്ര നാളെ 6 മന്ത്സ് അല്ലെങ്കിൽ 7 മന്ത്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അത് നമ്മൾ ഫുഡ് ആയാലും അതിന്റെ എക്സ്പയറി ഡേറ്റ് വേറെ ആയിരിക്കും. പക്ഷെ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ 6 മന്ത് ഒക്കെ മാത്രമേ 12 മന്ത് ഒക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പൊ അത്ര മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല എത്ര നാൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോക്സിന്റെ ബേക്കിൽ ഉണ്ടാവും. അതും കൂടെ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യേണ്ടത്. ഞാനത് ബിറോളിൽ കൊടുക്കുക, ഏതാണ് എവിടെയാണ് 6 മന്ത്സ് അല്ലെങ്കിൽ 12 മന്ത്സ് ഒക്കെ എഴുതിയേക്കുന്നതെന്നുള്ളത്. അപ്പൊ അതിനുശേഷം അങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അഥവാ നിങ്ങൾ ഓക്സിഡൈസ് ആയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? സ്കിൻ ഡാമേജ് ആവും. കാരണം നമ്മളൊരു സാധനം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി സ്കിന്നിന്റെ pH-നൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ pH ഒക്കെ ചേഞ്ച് ആവും, അത് ഓക്സിഡൈസ് ആകുമ്പോഴത്തേക്ക്. കാരണം വിറ്റാമിൻ സി എന്നുള്ളത് അല്ലെങ്കിൽ എസ്കോർബിക് ആസിഡ് അതൊരു ഓയും കൂടെ വരുമ്പോൾ അത് വേറെ ഫോർമുലേഷനിലോട്ട് മാറുകയും അത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസും സ്കിൻ ഇച്ചിങ്നെസ്സും ഒക്കെ ഉണ്ടാവും. സ്കിൻ ബാരിയർ ഒക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓക്സിഡൈസ് ആയത് വിറ്റാമിൻ സി എന്നല്ല ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. വാസ്ലിന്റെ ഗ്ലൂട്ടാഹയായാലും ഈ ഒരു പ്രശ്നം ഒരാൾ പറഞ്ഞു, അത് യൂസ് ചെയ്തപ്പോൾ ഒരാൾക്ക് പിമ്പിൾ വന്നു. അത് ഇച്ചിനെസ് കൊണ്ടായിരിക്കത്തില്ല, അത് ഓക്സിഡൈസ് ആയതുകൊണ്ടായിരിക്കത്തില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ. കാരണം ഇപ്പൊ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും എല്ലാ സാധനം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ വാസ്ലിൻ ഗ്ലൂട്ടാഹൈൽ യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് അലർജി ഉള്ളതായിരിക്കും. നോർമലി ഞാൻ ഇതുവരെ വാസ്ലിൻ ആ ഒരു അലർജി പ്രശ്നം കേട്ടിട്ടില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ അലർജീസ് ആണല്ലോ. ചില ആൾക്കാർക്ക് പീനട്ട് അലർജി ആയിരിക്കും, ചില ആൾക്കാർക്ക് എഗ്ഗോ അല്ലെങ്കിൽ മിൽക്കോ അലർജി ഉണ്ടാവും, ചില ആൾക്കാർക്ക് അവരുടെ ബോഡിക്കകത്ത് തന്നെയുള്ള ചില സാധനങ്ങൾ അലർജി ആയിട്ട് വരും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാർക്ക്. അപ്പൊ നമുക്കൊന്ന് പെർട്ടിക്കുലർലി എടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രൊഡക്റ്റ് ഓക്സിഡൈസ് ആയാൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഇത്ര മാസം പൊട്ടിച്ചതിന് ശേഷം ഇത്ര മാസമേ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിയാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഇടുമ്പോൾ സ്വെറ്റിംഗ് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടുമ്പോൾ. കാരണം ഇപ്പോൾ ഒരുപാട് ടിൻറ്റഡ് സൺസ്ക്രീൻസ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇടുമ്പോൾ സ്വെറ്റിംഗ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് സ്വെറ്റിംഗ് വരുന്നു എന്നുള്ളത്. മെയിൻ ആയിട്ട് ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻകാർക്കാണ് ഈ സ്വെറ്റിംഗ് ഇഷ്യൂസ് വരുന്നത്. ഡ്രൈ സ്കിൻകാർക്ക് അങ്ങനെ വരാറില്ല, എന്നാലും വന്ന് കണ്ടിട്ടുണ്ട്. റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിന്നിന് താങ്ങാവുന്നേക്കാളും ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതാവും. പോസ് ഒക്കെ നന്നായിട്ട് ക്ലോഗ് ആവും. അപ്പൊ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്. അപ്പൊ അത് എക്സസീവ് ആയിട്ട് ഒരു ബ്രീത്തിങ് പ്രോസസ് അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ചൂട് പുറത്തോട്ട് വിടാൻ തുടങ്ങും. അപ്പൊ അത് കാരണമാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താ പറയുക ഈ സ്വെറ്റിംഗ് വരാനുള്ള റീസൺ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഇട്ടിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങാനായിട്ട് നിൽക്കരുത്. പ്രത്യേകിച്ച് കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ, ആവോബെൻസിൻ, ഓക്സിബെൻസിൻ എന്നൊക്കെ ഉള്ള സാധനം നമ്മൾ ഇട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കരുത്. കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ളതോ ഹൈബ്രിഡ് ഫിൽറ്റേഴ്സ് ഉള്ളത്, അതായത് ഫിസിക്കലും കെമിക്കൽ ഫിൽറ്റേഴ്സും കൂടെ ഒരുമിച്ചുള്ള സൺസ്ക്രീൻ ഒക്കെ നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിന് ശേഷം പുറത്തിറങ്ങുന്നതാണ് നല്ലത്. ഏതൊരു സൺസ്ക്രീൻ ഇട്ടാലും 15 മിനിറ്റിന് ശേഷം പുറത്തിറങ്ങുന്നതാണ് നല്ലത്. ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മോർണിംഗ് ഒരു 9 o'clock ഇട്ടിട്ട് അപ്പൊ തന്നെ ഇറങ്ങിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അതല്ല, നിങ്ങൾ ഇപ്പോൾ ഒരു 12 o'clock സൺസ്ക്രീൻ ഇട്ടിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്വെറ്റിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നമ്മൾ സൺസ്ക്രീൻ ഇട്ട് ഹെവി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് നമ്മൾ വിയർക്കുമല്ലോ, ആ വിയർപ്പിന് പുറത്തു പോകാൻ ഒരു അവസരം കിട്ടത്തില്ല. കാരണം അത്രയും ഹെവി ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് അടച്ചു വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം സൺസ്ക്രീൻ അപ്പം പക്ഷെ ഇടാതിരിക്കാനും പറ്റില്ല. അപ്പൊ എപ്പോഴും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ടിൻറ്റഡ് സൺസ്ക്രീനിലോട്ട് വരുമ്പോൾ ഇത് കൂടുതലും ഹൈബ്രിഡ് സൺസ്ക്രീനോ അതല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീനോ ആയിരിക്കും. അതായത് ഫിസിക്കൽ സൺസ്ക്രീൻസോ ആയിരിക്കും നമ്മുടെ ടിൻറ്റഡ് സൺസ്ക്രീനകത്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ ഡെർമക്കോയുടെ സൺസ്ക്രീൻ എടുത്താലും അല്ലെങ്കിൽ ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ എടുത്താലും ഇത് രണ്ടും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. അപ്പൊ ഇതൊക്കെ ഇടുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഹെവിനെസ് തോന്നും. കാരണം ഇത് ലിറ്ററലി നല്ല തിക്ക് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റഡ് ഫ്ലൂയിഡ് ഫോർമുലേഷനിലുള്ള ടിൻറ്റഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്റെ ഇപ്പൊ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വെച്ചാൽ
ഈക്വലിന്റെ സൺസ്ക്രീൻ ഈവൻ ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിലും അത് അത്രയും സ്വെറ്റിംഗ് തരാനായിട്ട് പോണില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് ഗിയുടെ ടിൻറ്റഡ് സൺസ്ക്രീനും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. അടുത്ത ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ഓക്കെ. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറയുന്ന ഹൈഫന്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഒരു ഫൈൻ ആയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഹെവി ആയിട്ട് പോവാണെങ്കിൽ നമ്മൾ ബയോഡെർമയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പം ഇത്രയും സൺസ്ക്രീൻസ് ഫ്ലൂയിഡ് ആണ്, എന്നാൽ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. അതല്ല നിങ്ങൾക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻ വേണ്ട എന്നൊരു ഫ്ലൂയിഡ് ലിക്വിലുള്ള സൺസ്ക്രീൻ വേണമെങ്കിൽ ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷ് കെയറിന്റെ ടിൻറ്റഡ് വിഷ് കെയറിന്റെ നയാസിനമൈഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ നോർമൽ ഇങ്ങനത്തെ സ്കിൻ ടൈപ്പുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഓയിലി ആണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ. നയാസിനമൈഡ് ലിറ്ററലി ഓയിലിക്കാർക്ക്, ഞാൻ ഡ്രൈക്കാർക്ക് അത്രയും പറയത്തില്ല, സ്റ്റിൽ നിങ്ങളുടെ നല്ല ഹൈഡ്രേറ്റീവ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോർമൽ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൂയിഡ് ടൈപ്പ് സൺസ്ക്രീൻ ആണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ. അതുപോലെ പ്ലമ്മിന്റെ 2 ഫ്ലൂയിഡ് സൺസ്ക്രീൻസ് ഉണ്ട്, ഞാൻ ഫോട്ടോസ് കൊടുക്കാം. ഇത്രയും നമുക്ക് അധികം സ്വെറ്റിംഗ് തരാത്ത സൺസ്ക്രീൻ ആണ്. കാരണം സ്വെറ്റിംഗ് ഇല്ലാത്ത സൺസ്ക്രീൻ സമ്മർ സീസണിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓൾറെഡി നമ്മുടെ ബോഡി ഈ ഒരു അന്തരീക്ഷം കാരണം ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, സ്വെറ്റിംഗ് ഉണ്ടാക്കും. അതിന്റെ കൂടെ നമ്മൾ ഹെവി ആയിട്ട് സൺസ്ക്രീനും കൂടി ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്വെറ്റ് 100% ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ചധികം എന്താ പറയുന്നത്, കുറച്ചധികം റബ്ബ് ചെയ്യുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സൺസ്ക്രീൻ എപ്പോഴും പില്ലിങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ അധികം കണ്ടുവരുന്നില്ല, കാരണം ഈ ഇപ്പോഴത്തെ സൺസ്ക്രീനൊക്കെ നല്ല രീതിയിൽ അവർ ഉണ്ടാക്കുന്നുണ്ട്. അധികം അതിപ്പം ഇന്ത്യൻ സൺസ്ക്രീൻസിൽ പോലും കാണാൻ വരുന്നില്ല. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സൺസ്ക്രീൻസ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് വേണേൽ നമ്മൾ സാലിസിലിക് ആസിഡ് സിറത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിലും സാലിസിലിക് ആസിഡിനെ പറ്റിയിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് നൈറ്റ് ലാൻഡ് യൂസ് ചെയ്ത് പക്ഷെ പിമ്പിൾസ് ഒക്കെ മാറിയിട്ടുണ്ട്, എന്നാലും ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് വരുന്നു എന്നുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, സാലിസിലിക് ആസിഡ് മാറിയെങ്കിലും നമ്മുടെ സ്കിന്നിൽ അതൊന്ന് വർക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഒന്ന് ടൈം കൊടുക്കുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മറ്റുള്ള പ്രൊഡക്ട്സും കൂടെ ഒന്ന് നോക്കുക. അത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇത് തരുന്നതാണോ നോക്കുക. സ്കിൻ ക്ലോഗിങ് തരുന്ന, അതായത് പോസിനേക്ക് ക്ലോഗ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കാൻ എപ്പോഴും. ഇപ്പം എല്ലാ പ്രൊഡക്റ്റും ഇപ്പം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും എനിക്ക് അറിഞ്ഞിടാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടാണ്. എങ്ങും പോകണ്ട, നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പേരും ഇൻഗ്രീഡിയന്റ് എന്ന് അടിച്ചാൽ അവരൊരു സൈറ്റിലോട്ട് കൊണ്ടുപോകും. ആ സൈറ്റിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ക്ലോഗിങ് തരുന്നതാണോ അല്ലേന്ന് അവർ പറഞ്ഞുതരും. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏതാണ് പ്രൊഡക്റ്റിന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതൊന്ന് നോക്കുക. പിന്നെ രണ്ടാമത് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആകും. അപ്പൊ ആ ഡ്രൈനെസ് കാരണം നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കാരണം നമുക്ക് വൈറ്റ് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തതിന് ശേഷം നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ഓയിൽ ഫ്രീ പ്രൊഡക്റ്റ് വെച്ചിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിനുവേണ്ടി ടോണേഴ്സ്, മോയ്സ്ചറൈസേഴ്സ്, ആംബ്യൂൾസ്, എസൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഞാൻ ഇവിടെ കഴിയാണ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓവറോൾ വീഡിയോസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്ന ലക്ഷ്മി സൈനിങ്.